എൻ്റെ പേര് ബിനോയ്, ഞാൻ ചങ്ങനാശ്ശേരിയാണ് എൻ്റെ വീട്. എൻ്റെ പേര് ബിനോയ്, ഞാൻ ചങ്ങനാശ്ശേരിയാണ് വീട്. ഞാൻ അബുദാബി വർക്ക് ചെയ്യുന്നു. ഞാൻ അവിടുന്ന് നാട്ടിൽ അവധിക്ക് വന്നതാണ്. അപ്പോഴാണ് അച്ഛനെ കാണാനുള്ള ആഗ്രഹത്തോടെയാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്. അപ്പോൾ ധ്യാനത്തിൽ പങ്കെടുത്ത് അച്ഛനെ കണ്ടിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം പറയണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നത്. എനിക്ക് ദിവ്യാന ഈശ്വര പ്രാർത്ഥനാ സഹായത്താൽ എനിക്ക് ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ നന്ദി പറഞ്ഞിട്ടില്ല. അപ്പം ഞാനിതിൽ നിന്ന് വിളിച്ച് നന്ദി പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വന്ന് നന്ദി പറയാനുള്ള മടിയുണ്ടായിരുന്നു. ആണുങ്ങളങ്ങനെ പറയുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടുള്ള മടികൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. കാര്യം സാധാരണ നന്ദി പറയുന്നതെല്ലാം പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് വരാനുള്ള മടികൊണ്ടാണ് ഞാൻ വന്നില്ല. പക്ഷേ എന്നെ ദൈവം വീണ്ടും ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി തന്നെ ആയിരിക്കാം. എനിക്ക് സ്പൈനൽ കോഡിന് വീണ്ടും പ്രശ്നമായി. ഖത്തറിൽ വെച്ച് 3 ആക്സിഡൻ്റ് ഉണ്ടായെങ്കിലും എനിക്കൊന്നും പറ്റാതെ 3 വണ്ടി നശിച്ചു. പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ രക്ഷപ്പെട്ടു. ഒരു കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഖത്തറിൽ വെച്ച് തന്നെ എനിക്ക് ട്രാഫിക് ഫൈൻ ഉണ്ടായി. 6000 രൂപ ട്രാഫിക് ഫൈൻ ഉണ്ടായിട്ടും വെറും 150 ദിർഹംസ് അടച്ച് ഞാൻ ഇവിടുന്ന് വന്നു. എന്നിട്ടും ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞില്ല. ഞാൻ അവിടുത്തെ ജോലി നിർത്തി ഞാൻ അബുദാബി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പൈനൽ കോഡിന് പ്രശ്നമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പം 6 ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. 6 ആശുപത്രിയിൽ നിന്നും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, സെർവിക്കൽ സ്പോണ്ടിലൈസിസ് ആണ്, 3 ഇത് മാറ്റി വെക്കണം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ നാട്ടിലെ ഡോക്ടറും പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യാതെ രക്ഷയില്ല. അപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത് നീ നന്ദി പറഞ്ഞിട്ടില്ല, നീ ദിവ്യാന ആരാധന തുടർച്ചയായിട്ട് 9 പ്രാവശ്യം കേട്ട് നന്ദി പറയാമെന്ന് പറഞ്ഞ് നീ അത് കേട്ട് കഴിഞ്ഞാൽ നിൻ്റെ ഇത് മാറും. ഞാൻ ആ പ്രകാരം വീണ്ടും ദിവ്യാന ആരാധനയിൽ പങ്കെടുത്തു. ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തു, ഞാൻ ഇത് മാറുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നാട്ടിൽ വന്ന് നന്ദി പറയും. ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്നത്. ഞാൻ തുടർച്ചയായിട്ട് 9 അല്ല, ഞാൻ 11 തവണ ദിവസം കറക്റ്റ് സമയത്ത് നമുക്ക് കൂടാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ യൂട്യൂബിൽ എല്ലാ ദിവസവും ഇത് ഡൗൺലോഡ് ചെയ്ത് ഞാൻ എല്ലാ ദിവസവും കൂടി 11 ദിവസം കൂടി എൻ്റെ ഈ വേദന പൂർണ്ണമായിട്ട് മാറി. ഞാൻ വീണ്ടും ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റും എല്ലാം നടത്തിയോ, നിങ്ങൾക്കിപ്പോൾ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. കാര്യം 6 സ്കാനിങ് നടത്തിയതാണ്. എല്ലാ ഹോസ്പിറ്റലിലും ചെന്നപ്പോഴും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ദിവ്യാന ആരാധന ഞാൻ കൂടി ദൈവം എന്നെ ശക്തമായി അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ഈ ശക്തമായ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണെന്ന്, പ്രത്യേകിച്ച് ഈ ഒരു പരിപാടി നടത്ത കാണാട്ടച്ഛനെയും നേരിട്ട് കണ്ട് നന്ദി പറയാമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് വന്നേക്കുന്നത്. നിങ്ങൾ ഈ ഒരു പരിപാടി വളരെ എന്നെപ്പോലുള്ള യുവജനങ്ങൾക്കും ഞങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന പ്രവാസികൾക്കും വളരെ അനുഗ്രഹമാണ്. ദൈവത്തിന് നമ്മളെല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കട്ടെ. കാണാട്ടച്ഛന് പ്രത്യേകം നന്ദി.